ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ആദുവിൻ്റെ സ്കൂൾ ഡേ ആണ്. ഞാൻ നേരത്തെ എണീറ്റു. സമയം ഇപ്പോൾ ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. 6:30 എന്നൊക്കെ എനിക്ക് വളരെ നേരത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള വലിയവളെയാണ്. അപ്പം ഞങ്ങൾ പോവാണ് സ്കൂളിൽ ടാഗോ തിയേറ്ററിലോട്ട്. ആദു രാവിലെ തന്നെ നല്ല ഉറക്കക്ഷീണത്തിലാണ്. നമ്മൾ 3 പേരേ ഉള്ളൂ. മോളെ കൊണ്ടുപോയില്ല, വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അവളിനി ഉണരുമ്പോൾ കരയോ എന്തോ ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്, ഒരു 8:30 ആയപ്പോഴേ ഇറങ്ങി. അതിൻ്റെ സ്കൂളിൽ അത് ഏത് ഡാൻസ് കളിക്കാൻ പോകുന്ന? ഡഫ്ലിയാ? ആ പാട്ടൊന്ന് പാടിത്തരൂ. കുറച്ച് പാട്. ഡഫ്ലി വാലേ അവള് നേരത്തെ 9 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളൊരു 8:30 കഴിഞ്ഞപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ പോകാൻ എണീക്കുന്നതന്നെ 8 മണിക്കാണ്. അപ്പോൾ പിന്നെ ഇരുന്ന് പതുക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് എപ്പോഴും പോകാൻ ഇറങ്ങുന്നത് 9:15 ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉറക്കക്ഷീണമൊക്കെ അവനുണ്ട്. കുറച്ച് നേരത്തെ ഇല്ല, എണീറ്റ് ഉടനെ തന്നെ അവന് ആഹാരം പെട്ടെന്ന് കഴിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ചെറിയ അതിൻ്റെ ഒരു ഉറക്കക്ഷീണം ഉണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഡാൻസ് സൂപ്പറായിട്ട് കളിക്കുമോ അതു? കളിച്ചു കഴിഞ്ഞാൽ എന്ത് വാങ്ങിച്ചു തരും അതുന്? നന്നായിട്ട് കളിച്ച ഇന്ന് അതൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്ത് ഗിഫ്റ്റാണ്? ഡ്രസ്സാ? ഇപ്പൊ ശരിക്കും അറിയാമോ? ഈ ഡ്രസ്സ് കൊള്ളാം കേട്ടോ. പക്ഷെ നിനക്ക് ദേഹത്ത് കയറി കുത്തുന്നുണ്ടോ? ഈ ഡ്രസ്സ് അവനെ ദേഹത്ത് കയറി കുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അടിയിലൊരു പനീനൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയാണ് കൊണ്ടുവന്നത്. കുറച്ച് നേരത്തെ പാടല്ലേ ഉള്ളൂ. ഇവന് നമ്പർ 10 ആണ്. ഓക്കെ, ടാറ്റാ. നമുക്കപ്പോൾ ഇനി സ്റ്റേജിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടാഗോ തിയേറ്റർ വരുന്നതെന്ന് വെച്ചാൽ വഴുതക്കാടാണ്. ഇപ്പം ഞങ്ങൾ പാങ്ങോടായതേ ഉള്ളൂ. വഴുതക്കാട് ആ റോഡൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ ഞങ്ങൾ എത്തി. കുറച്ച് സമയമായി, 9 മണി കഴിഞ്ഞു കേട്ടോ എത്തിയപ്പോൾ. തൊട്ടടുത്താണെങ്കിലും 9 മണി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ടിൽ ദാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ചെമ്പകാടേ എന്നൊക്കെ പറഞ്ഞ്, ചെമ്പക കിൻഡർഗാർട്ടൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പോവാണ്. സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു അകത്തോട്ട് കയറിയപ്പോൾ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി. ഇതാണ് ആദുവിൻ്റെ കോസ്റ്റ്യൂം. പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ദേഹത്ത് കുത്തുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ ബാക്ക് സ്റ്റേജിലോട്ട് പോകാതെ ഫ്രണ്ടിലാണ് കൊണ്ടുപോകുന്നത്. അറിയില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് കുട്ടിയെ ഇവിടെയല്ല ബാക്ക് സ്റ്റേജിലാണ് എത്തിക്കേണ്ടതെന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി അവനെ കൊണ്ടാക്കിയിട്ടൊന്ന് എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞതാണ്. അപ്പോഴേക്കും ആരെയും കണ്ടു. അങ്ങനെ ഹായൊക്കെ പറഞ്ഞതങ്ങ് പോയി. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി, സീറ്റിലോട്ട് കയറിയിരുന്നു. ആദ്യമേ സീറ്റ് പിടിച്ചുകൊണ്ട് സീറ്റ് കിട്ടി. നല്ല റഷായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ കറക്റ്റ് 10 മണിക്കാണ് തുടങ്ങിയത്. ടീച്ചേഴ്സൊക്കെ ആദ്യം വിളക്കൊക്കെ വെച്ചിട്ട് അവരുടെ ലാമ്പൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ അവരുടെ ഒരു വെൽക്കം സോങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. നന്നായിട്ട് അതൊക്കെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളുടെ പരിപാടി തുടങ്ങിയത്. എന്തൊക്കെയായാലും ഈ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ. 2 കുട്ടികളെ നോക്കാനേ ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നു. ഭയങ്കര ഇതുപോലെ എത്ര പിള്ളേരായിരിക്കും അവർ നോക്കുന്നത്. മാനേജ് ചെയ്ത് അവർ നന്നായിട്ട് ഡാൻസ് പഠിപ്പിച്ച് ഈ സ്റ്റേജിലൊക്കെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അതിലവരുടെ ഒരു വലിയ പങ്കുണ്ട്. വെൽക്കം സോങ് കഴിഞ്ഞ ഉടനെ ആദമിൻ്റെ പരിപാടി തുടങ്ങി. നമ്പർ 10 ആയിരുന്നു. കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഡഫ്ലി ഡാൻസിലെ ആ പാട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അപ്ലോഡ് ചെയ്തപ്പോൾ കിട്ടി. ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ അവനെ തിരിച്ച് വിളിക്കാൻ പോയി. അപ്പോൾ ടീച്ചേഴ്സ് മഞ്ചുമുട്ടായൊക്കെ കൊടുത്തു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. 2 പേരും കൂടി ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്തു. കൊള്ളായിരുന്നു കേട്ടോ ഡാൻസൊക്കെ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം നന്നായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ആദ്യം എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അത് പറഞ്ഞ ടോയ് ഹാപ്പി ആയ ആദ്യം
റിമോട്ട് ബസ് ഇപ്പൊ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്തെങ്കിലും നല്ല ടോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ടോയ്സ് വാങ്ങിക്കാൻ പോയ ഇക്കു തിരിച്ചു വരികയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, നോക്കാം. ചിലപ്പോൾ അവിടെ ഇല്ലേ എന്തോ. അതുവിനെയും കൂടെ കൊണ്ടുപോയി, അവനും കൂടെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അവനെ കൊണ്ടുപോയി. ഞാൻ മാത്രമേ ഉള്ളൂ. തിരുമലയാണ് കേട്ടോ, തിരുമലയാണ് ഞങ്ങൾ ഒരു ഷോപ്പിൽ വാങ്ങിക്കാൻ കയറിയത്. ഞാൻ പോയില്ല, അവരായിട്ട് മാത്രമേ പോയുള്ളൂ. അവനൊരു റിമോട്ട് കാറും അവൾക്കൊരു ടെഡി ബെയറുമാണ് വാങ്ങിച്ചത്. എന്തായാലും വീടെത്തുമ്പോൾ പോയി തൊലയും അറിയാം, എന്നാലും എന്നാലും വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ്. അതും ഇപ്പോൾ ചോറൊക്കെ കഴിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. ദിവാങ്കോട്ടി കിടന്നാണ് ഉറങ്ങാൻ പോകുന്നത്. നല്ല ക്ഷീണിച്ച് കിടന്നുറങ്ങിയാണ്. അപ്പോൾ അത് ഡാൻസ് കളിച്ച് ക്ഷീണിച്ചു. അപ്പം നമുക്ക് രണ്ടുപേർ കൂടെ കിടന്നുറങ്ങാം അല്ലേ? നമ്മൾ ചോറൊക്കെ വന്നുടനെ കഴിച്ചോട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോയത്. അപ്പം ഭയങ്കര വിശപ്പായിരുന്നു. 12:30 ആയപ്പോൾ വന്നു. 12:30 വന്ന ആ സമയത്ത് തന്നെ പോയി ചോറൊക്കെ കഴിച്ചു. ഇലുതാ കിട്ടിയ ടോയ്സിനെ വെച്ച് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറയുവാണ്. അപ്പോൾ ഓക്കേ, ടാറ്റാ.